എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ 7th യൂണിറ്റായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തായി പേജ് നമ്പർ 120, വാട്ടർ ട്രാൻസ്പോർട്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. അവിടെ ഇപ്പം നമുക്ക് 6 പിക്ചേഴ്സ് തന്നിരിക്കുന്നു. അത് നിരീക്ഷിച്ചതിന് ശേഷം താഴെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? അതായത് മനുഷ്യർ ഈ ജലഗതാഗതത്തെ, വെള്ളത്തിൽ കൂടിയുള്ള ഗതാഗതം, അതിനെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിനെ ഏതെല്ലാം രീതിയിലാണ്, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം അവിടെ തന്നിരിക്കുന്നു, ട്രാവൽ. അടുത്തത് ഫിഷിംഗ്. അടുത്തത് എൻ്റർടൈൻമെൻറ്റ്. ലാസ്റ്റ് ഗുഡ്സ് ട്രാൻസ്പോർട്ട്. ട്രാവൽ എന്താണെന്ന് നമുക്കറിയാം, യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അടുത്തത് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. മീൻപിടുത്തത്തിന് നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് വിനോദമാണ്. നമുക്ക് വിവിധ തരത്തിലുള്ള വിനോദങ്ങൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയുണ്ട്. ലാസ്റ്റ് ഗുഡ്സ് ട്രാൻസ്പോർട്ട്, അതായത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്. അടുത്തായിട്ടൊരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് കുഡ് ഹാവ് ബീൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു ഡിസ്കവർ ദ മോഡ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? അതായത് ഈ ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള കാരണമായിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ താഴെയുണ്ട്, നോക്കാം. ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് വെയർ നോട്ട് ഏബിൾ ടു ക്രോസ് വാട്ടർ ബോഡീസ് മൈറ്റ് ഹാവ് ലെഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. അതായത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒന്നും ഈ വെള്ളത്തിൽ കൂടി മറികടക്കാൻ, അല്ലെങ്കിൽ ജലാശയങ്ങൾ മറികടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വാട്ടർ ട്രാൻസ്പോർട്ട് കണ്ടെത്തേണ്ടതായിട്ടുള്ള ആ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആൻസർ ഒന്നുകൂടെ നോക്കാം. ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹ്യൂമൻ ആൻഡ് ആനിമൽസ് വെയർ നോട്ട് ഏബിൾ ടു ക്രോസ് ദ വാട്ടർ ബോഡീസ് മൈറ്റ് ഹാവ് ലെഡ് ദ കൺസെപ്റ്റ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ആദ്യമായി മനുഷ്യർ വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നത് കെനോയ്സ് ആണ്. അപ്പം കെനോയ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ചങ്ങാടങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ കെനോയ്സ് നിർമ്മിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ തടികൾ എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം പൊള്ളയാക്കണം. അതിനു വേണ്ടിയിട്ട് അത് തീയിട്ട് കരിച്ചു കളയും. എന്നിട്ട് അത് വെള്ളത്തിൽ കൂടി യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നീട് മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി വള്ളങ്ങളുടെയൊക്കെ നിർമ്മാണം ആരംഭിക്കുകയും അങ്ങനെ അത് കാലക്രമേണ പുതിയ പുതിയ രൂപത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. വിച്ച് ആർ ദ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യു ഹാവ് ട്രാവൽഡ് ഓൺ? അതായത് നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ബോട്ട്സ്, ഷിപ്സ്, ഫെറീസ്. ബോട്ട്സ് നമുക്കറിയാം, ബോട്ടുകളാണ്. ഷിപ്സ് എന്ന് പറഞ്ഞാൽ കപ്പലുകൾ, കപ്പലിൽ കൂടി നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അടുത്തത് ഫെറീസ്. ഫെറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്കാർ എന്നൊക്കെ പറയും, അതായത് വാഹനങ്ങളും ആളുകൾക്കും ഒക്കെ ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കുന്ന വലിയ ബോട്ട് പോലെയുള്ള സാധനം. ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് നമുക്ക് പാലങ്ങളൊക്കെ ഇല്ലാത്ത ഭാഗങ്ങളിലാണ് ഈ ഫെറീസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെയാണ് സാധാരണ ആളുകൾ യാത്ര ചെയ്യാറുള്ളത്. അടുത്തത് മേക്ക് മോഡൽസ് ഓഫ് വേരിയസ് വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസിങ് അവൈലബിൾ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദം ഇൻ ദ ക്ലാസ്. അതായത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പേപ്പർ കൊണ്ടുള്ള വള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അത് ഓല കൊണ്ടുള്ളത്. അടുത്തത് കൊതുമ്പ് വള്ളമാണ്. അവിടെ ഒരു എക്സ്റ്റൻഡഡ് റീഡിങ് വന്നിരിക്കുന്നു, അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു കേൾപ്പിക്കാം. ഈ മെസ്സപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന ആളുകൾ, പഴയ കാലത്തെ സിവിലൈസേഷനാണ് മെസ്സപ്പൊട്ടോമിയ സിവിലൈസേഷൻ. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് കപ്പലുകൾ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് തുഴയുന്നതിനുള്ള നീളൻ കമ്പുകളും മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് ഉപകരണങ്ങളും ഒക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരം, അവിടെ ഗുജറാത്തിലെ ലോത്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോങ്കി യാർഡ്സ് ഉണ്ട്. ഡോങ്കി യാർഡ്സ് എന്ന് വെച്ചാൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം. ഡോങ്കി യാർഡ്സുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സീലുകളിലൊക്കെ ഈ കപ്പലുകളുടെയൊക്കെ മുദ്രകൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്തും എന്തുപയോഗിച്ചിട്ടുണ്ട്, ഈ ജലഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2, ഇൻലാൻഡ് ആൻഡ് മാരിടൈം. അതായത് ജലഗതാഗതത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇൻലാൻഡ് എന്നും മാരിടൈം എന്നും തിരിച്ചിട്ടുണ്ട്. ഇൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയും. അതുപോലെ തന്നെ മാരിടൈം എന്ന് പറയുന്നത് സമുദ്ര ജലഗതാഗതമാണ്. ഈ ഉൾനാടൻ ജലഗതാഗതം, അതായത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിവറുകളിൽ കൂടി, നദികളിൽ കൂടി, ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കായലുകളിൽ നിന്നാണ്, അതുപോലെ കനാലുകൾ, ഇവയിൽ കൂടിയൊക്കെ ഉള്ള ജലഗതാഗതത്തിനെയാണ് നമ്മൾ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ബിഫോർ ദ അഡ്വെന്റ് ഓഫ് റെയിൽവേസ്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ.
അതായത് റെയിൽവേ ഒക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാന ജലഗതാഗത മാർഗം എന്ന് പറയുന്നത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആയിരുന്നു. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ദ ഏരിയ വേർ പ്ലെന്റി ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. അതായത് ഇവിടെ ധാരാളം റിവറുകളും ബാക്ക് വാട്ടേഴ്സും ഒക്കെ ഉള്ള, ബാക്ക് വാട്ടേഴ്സ് എന്ന് വെച്ചാൽ കായലുകളാണ്, അതും നദികളും കായലുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് പ്രായോഗികമാകുന്നത്. ലേറ്റർ കനാൽസ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് പിന്നീട് കനാലുകൾ നിർമ്മിക്കാൻ തുടങ്ങി, ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഏതുവഴിയൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ റിവർ, ബാക്ക് വാട്ടർ, കനാൽസ്. അടുത്തതായിട്ട് ഇൻലാൻഡ് വാട്ടർവേസ് ഓഫ് കേരള. കേരളത്തിലെ ഇൻലാൻഡ് വാട്ടർവേസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്, അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നാഷണൽ വാട്ടർവേ നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം. അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള നാഷണൽ വാട്ടർവേസ് ഉണ്ട്, അതിന്റെ പേര് നമ്പർ 3 എന്നാണ്, അതുണ്ട്. ആൻഡ് കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ. അതായത് കൊടുങ്ങല്ലൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള കനോലി കനാൽ വാട്ടർ ട്രാൻസ്പോർട്ടും ഉണ്ട്. ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എത്തിയിട്ടുള്ള യൂറോപ്യന്മാര് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് അതായത് കൽക്കരി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കനാലുകളൊക്കെ നിർമ്മിച്ചത്. അന്ന് നമ്മുടെ നാട്ടിൽ റെയിൽവേ സിസ്റ്റം ഇല്ല. അപ്പോൾ കനാലിൽ കൂടി അല്ലെങ്കിൽ ജലഗതാഗതത്തിൽ കൂടിയാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിച്ചു. പിന്നീട് ഈ കനാലുകൾ യാത്രകൾക്ക് വേണ്ടിയിട്ട്, അതായത് ബോട്ടുകളിലോ അല്ലെങ്കിൽ വള്ളങ്ങളിലോ ഒക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ നിർമ്മിച്ച 2 കനാലിന്റെ പേര് നമ്മൾ പഠിക്കണം. അതാണ് കനോലി കനാലും പാർവതി പുത്തനാറും. അപ്പോൾ നമുക്ക് അവിടെ പുസ്തകത്തിലുണ്ട്, നോക്കാം. കനോലി കനാൽ, പാർവതി പുത്തനാർ എക്സെട്ര ആർ സം ഓഫ് ദ കനാൽസ് ബിൽഡ് ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാറും. ആലപ്പുഴ നോൺ ആസ് ദ വെനീസ് ഓഫ് ഈസ്റ്റ് ഹാസ് മെനി കനാൽസ്. അതായത് വെനീസ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്, അവിടെ ധാരാളം കനാലുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് വെനീസ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അത് ആലപ്പുഴയാണ്. അടുത്തതായിട്ട് ഒരു എക്സ്റ്റൻഡ് റീഡിംഗ് വന്നിരിക്കുന്നു. കനോലി കനാൽ, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയിൽ കളക്ടറായിട്ടുള്ള HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായിട്ടുള്ള ഒരു ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴയെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാൽ നിർമ്മിച്ചു. ഈ കനാൽ പാതയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കനോലി കനാൽ എന്ന് പറയുന്നത്. അടുത്തായിട്ട് പാർവതി പുത്തനാർ, അത് തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാറ്. അടുത്തത് മാരിടൈം ട്രാൻസ്പോർട്ട് നോക്കാം. ഇൻ ദ പാസ്റ്റ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വെയർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ മാരിടൈം ട്രാൻസ്പോർട്ട്. അതായത് പണ്ട് കാലങ്ങളിൽ ഇന്റർനാഷണൽ ട്രാവൽ എന്ന് പറയുന്നത് രാജ്യാന്തര യാത്ര, ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകും, അതിനെയാണ് ഇന്റർനാഷണൽ ട്രാവൽ എന്ന് പറയുന്നത്. ആൻഡ് ഗുഡ് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, അതിനെ മെയിൻലി ഡിപ്പെൻഡ് ഓൺ എന്താണ്? മാരിടൈം ട്രാൻസ്പോർട്ട് ആണ്. അതായത് പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്നത് മാരിടൈം ട്രാൻസ്പോർട്ടിനെ, അതായത് കപ്പൽ മാർഗത്തിൽ കൂടിയാണ് ആശ്രയിച്ചിരുന്നത്. കാറ്റിന്റെ ദിശ കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തമാണ് സമുദ്ര ഗതാഗതത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തിയത്. അതോടുകൂടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് യാത്രകൾ വർദ്ധിച്ചു. അതിനുശേഷം നമ്മുടെ ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ആവി ശക്തിയിൽ ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിച്ചു. അങ്ങനെ കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ കാണുന്ന പോലെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ അവിടെ 2 പടം തന്നിരിക്കുന്നു. അത് ഒന്നാമത്തത് സെയിൽ ഷിപ്പാണ്, അത് പായ്ക്കപ്പൽ എന്ന് പറയും. അടുത്തത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കപ്പലുകൾ. പായ്ക്കപ്പലുകൾ കാറ്റിന്റെ ശക്തി കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അടുത്ത പേജ് നമ്പർ 123. മാരിടൈം ട്രാൻസ്പോർട്ട് ഈസ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർവേസ് ആൻഡ് ഇന്റർനാഷണൽ വാട്ടർവേസ്. അതായത് ഈ തീരദേശ ജലപാതകളിൽ കൂടിയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ജലപാത, അതായത് ഇന്റർനാഷണൽ വാട്ടർവേസ് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ജലപാത എന്നാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര ജലപാതയിൽ കൂടി അല്ലെങ്കിൽ തീരദേശ ജലപാതകളിൽ കൂടിയിട്ടാണ് ഈ മാരിടൈം ട്രാൻസ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? സാധ്യമാകുന്നത്. ഇപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. വാട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? അതായത് ഈ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അപ്പോൾ ഒന്നാമത്തത് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, അതായത് താരതമ്യേന ചെലവ് കുറവാണ്. അടുത്തത് ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, അതായത് ഈ പൊല്യൂഷൻ വളരെ കുറവാണ്. അടുത്തത് മോർ ഗുഡ്സ് ടു ട്രാൻസ്പോർട്ട്, അതായത് കൂടുതൽ സാധനങ്ങൾ കപ്പൽ മാർഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും.
ലാസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ്, അതായത് മറ്റ് രാജ്യങ്ങളുമൊക്കെ ആയിട്ടുള്ള കച്ചവടം സാധ്യമാകുന്നത് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയാണ്. അപ്പോൾ ആൻസർ ഒന്നുകൂടെ നോക്കാം. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, മോർ ഗുഡ്സ് ടു ട്രാൻസ്പോർട്ട്, ഇന്റർനാഷണൽ ട്രേഡ്. അടുത്തായിട്ട് ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. എ പോർട്ട് ഓർ ഹാർബർ ഈസ് എ പ്ലേസ് വെയർ എ ഷിപ്പ് ഡോങ്സ് ഓൺ ദ സീഷോർ. വിച്ച് ആർ ദ മേജർ പോർട്ട്സ് ഇൻ കേരള? ഫൈൻഡ് ദം out by observing the transport map at the end of the chapter, page number 131. അപ്പോൾ പേജ് നമ്പർ 131 തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ട് എന്നുള്ള മാപ്പ് നോക്കിയിട്ട് അതിനകത്തു നിന്നും ഏതൊക്കെ പോർട്ടുകളാണ് കേരളത്തിലുള്ളത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും 2 പോർട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് വിഴിഞ്ഞം ഹാർബറാണ്, അതായത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയും. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് വിഴിഞ്ഞം ഹാർബർ, രണ്ടാമത്തേത് കൊച്ചി ഹാർബർ. എറണാകുളത്ത് കൊച്ചിയിലുള്ള ഹാർബർ ഉണ്ട്. അപ്പോൾ 2 ഹാർബറുകളാണ് അല്ലെങ്കിൽ 2 പോർട്ടുകളാണ് കേരളത്തിലുള്ളത്. അത് വിഴിഞ്ഞവും കൊച്ചിയുമാണ്. അടുത്തായിട്ട് പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ മീൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്, അതായത് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ മാർഗങ്ങളും മേന്മകളും സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വാട്ടർ ട്രാൻസ്പോർട്ടിനെ പറ്റിയുള്ളത്. അടുത്തത് എയർ ട്രാൻസ്പോർട്ട്. അപ്പോൾ എയർ ട്രാൻസ്പോർട്ടിന് ആദ്യം ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് തന്നിരിക്കുന്നു. അത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്കിസ് മോണ്ട് ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് കീഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്കിസിന്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് അദ്ദേഹത്തെ അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്കിസിനെ ഏറെ നേരം ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്കിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്കിസും ജോസഫും ചേർന്ന് ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തായി പേജ് നമ്പർ 124. അപ്പോൾ നമ്മൾ ഈ നോട്ട് വായിച്ചല്ലോ, അത് നടന്ന വർഷം എന്ന് പറയുന്നത് 1783 അതിനുശേഷം ഇങ്ങോട്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. ചൂട് നിറച്ച വായു ബലൂണുകളിലാത്തി മനുഷ്യർ യാത്ര തുടർന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ പോലെയുള്ള ഗ്യാസുകളുണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ ബലൂണുകളൊക്കെ ആകാശത്തിൽ പറന്ന് കിടക്കാറുണ്ട്. അതുപോലെ ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. അതിനെ സ്കൈ ഷിപ്പുകളും നമ്മുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന പാരച്യൂട്ടുകളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിനൊക്കെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്, നമുക്ക് മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉയർന്നു പൊങ്ങാനോ താഴാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്കൈ ഷിപ്പുകളാണ് അല്ലെങ്കിൽ പാരച്യൂട്ടുകളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം ഉണ്ടായതെന്ന് പറയുന്നത് an aeroplane which can be said to be the first type of today's aeroplane was built by the American brothers Orville Wright and വിൽബർ റൈറ്റ്, ദ റൈറ്റ് ബ്രദേഴ്സ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വിമാനങ്ങൾ ആദ്യമായിട്ട് നിർമ്മിച്ചത് ഓർവിൽ റൈറ്റ് എന്നും വിൽബർ റൈറ്റ് എന്നും പറയുന്ന 2 സഹോദരങ്ങളാണ്. അവരെ അറിയപ്പെടുന്നത് റൈറ്റ് ബ്രദേഴ്സ് എന്നാണ്. ആദ്യമായി വിമാനം നിർമ്മിച്ച ആളുകൾ എന്നറിയപ്പെടുന്നത് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ്. അവരെ അറിയപ്പെടുന്നത് റൈറ്റ് ബ്രദേഴ്സ് എന്ന്. അപ്പോൾ അവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര്, ദ നെയിം ഓഫ് ദ പ്ലെയിൻ ദേ ബിൽഡ് വാസ് ഫ്ലെയർ 1. അതായത് അവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് എന്ന് പറയുന്നത് ഫ്ലെയർ 1 എന്നാണ്. ഫ്ലെയർ 1 took off on December 17, 1903 from North Carolina, USA. അതായത് നോർത്ത് കരോളിനയിലെ അമേരിക്കയിലെ നോർത്ത് കരോളിനയിൽ നിന്നും ഡിസംബർ 17 1903 ഡിസംബർ 17 ഇത് ആദ്യമായിട്ട് ഉയർന്നു പൊങ്ങിയത്. അപ്പോൾ അതിന്റെ പടം അവിടെ തന്നിരിക്കുന്നു. ഫ്ലെയർ 1, ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ്. Air travel is a very useful mode of travel for long distances within and outside the country. അതായത് രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് എന്ന് പറയുന്നത് എയർ ട്രാവൽ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അറ്റ് പ്രസന്റ്. അതായത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ യാത്രാമാർഗം, ഇപ്പോൾ നിലവിലുള്ളതിലെ ഏറ്റവും വേഗമേറിയത്. The air transport system is also widely used for military purpose. അതായത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മിലിറ്ററിക്ക് വേണ്ടിയിട്ടും ഇത് വളരെ വിശാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ് എയർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടിയിട്ടാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടുകൂടിയാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്നും കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. ഒബ്സർവ് ദ ട്രാൻസ്പോർട്ട് മാപ്പ് ഓഫ് കേരള അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ, പേജ് നമ്പർ 131, ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസ്ട്രിക്ട്സ് വെയർ ദ ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഓഫ് കേരള ആർ ലൊക്കേറ്റഡ്. അതായത് കേരളത്തിലെ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഏതെല്ലാം ജില്ലകളിലാണ് ഉള്ളത് എന്ന് മാപ്പ് നോക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കാം. അപ്പോൾ നമ്മുടെ മാപ്പിനകത്ത് കാണിച്ചിരിക്കുന്ന എയർപോർട്ടുകളെ നോക്കാം. ഒന്നാമത്തേത് ഇന്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം, രണ്ടാമത്തേത് ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി, അടുത്തത് ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട്, ലാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ. ഇപ്പോൾ 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് കേരളത്തിലുള്ളത്. അത് ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്നുകൂടെ പറയാം. ഇന്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം, ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി, ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട്, ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ. ഇനി ഈ എയർപോർട്ടുകളുടെ ഡിസ്ട്രിക്ട്സ് കൂടെ നോക്കാം. ഇന്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി എറണാകുളം ഡിസ്ട്രിക്റ്റ്, ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റ്, ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് ഏറ്റവും വേഗമേറിയ യാത്രയാണ് എയർ ട്രാൻസ്പോർട്ട് വഴിയുള്ളത്. അടുത്തത് കണക്ട്സ് കൺട്രീസ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് ആർ മേക്ക് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. അതായത് വിവിധ കോണ്ടിനെന്റ്സിലുള്ള രാജ്യങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിയെ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കി മാറ്റി, ആഗോള ഗ്രാമമാക്കി മാറ്റുന്നു. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസസ്, അതായത് ദേശീയ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. അടുത്തത് യൂസ്ഡ് ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം എന്നാണ്. അതായത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എയർ ട്രാൻസ്പോർട്ട്, അതായത് ഹെലികോപ്റ്ററുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ന്യൂസ് കട്ടിങ്സ് വന്നിരിക്കുന്നു. എയർ പൊല്യൂഷൻ, സ്കൂൾസ് ആൻഡ് കോളേജസ് ക്ലോസ്ഡ് ഇൻ ഡൽഹി. ഡൽഹിയിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചു. അതിന്റെ കാരണം എന്താണ്? എയർ പൊല്യൂഷൻ ആണ്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം മലയാളത്തിൽ. ഡൽഹി വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ സ്കൂളുകളും കോളേജുകളും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അടച്ചിടും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനവും നീട്ടി. ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. അതായത് ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന, എയർ പൊല്യൂഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത്. വളരെയധികം പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ താഴെ തന്നിരിക്കുന്നു. നോക്കിയേ. ഹൗ ഡു യു നോട്ടീസ് ദിസ് ന്യൂസ്? വൈ ഹാവ് ദ എംപ്ലോയീസ് ബീൻ അഡ്വൈസ്ഡ് ടു അവോയ്ഡ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആൻഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം? അതായത് ജോലിക്കാരോട് അവരുടെ സ്വന്തം വാഹനങ്ങൾ ഒഴിവാക്കിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഓരോരുത്തരും അവരവരുടെ വാഹനങ്ങൾ, അതായത് കാറോ സ്കൂട്ടറോ ഒക്കെ ഉപയോഗിക്കുകയാണെന്നെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവുകയും അതൊരു മലിനീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. പേജ് നമ്പർ 126. അവിടെ തന്നിരിക്കുന്നു. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾ? അതായത് വാഹനങ്ങളുടെ എണ്ണം കൂടുകയാണെങ്കിൽ എന്തെല്ലാം കോൺസിക്വൻസ് ആണ് ഉണ്ടാകുന്നത്? ഒന്നാമത്തെ നോക്കാം. ഇൻക്രീസ്ഡ് ട്രാഫിക് കോഗ്നിഷൻ, അതായത് വർദ്ധിച്ച ഗതാഗത കുരുക്കുണ്ടാകും, ട്രാഫിക്കുകൾ ഉണ്ടാകും. അടുത്തത് എയർ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം. അടുത്തത് നോയിസ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം. ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹൈ ട്രാഫിക് ആക്സിഡന്റുകൾ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാകും. പിന്നീട് ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ്, റെഡ്യൂസ്ഡ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസിക്ലിസ്റ്റ്, അതായത് നമ്മുടെ പാർക്കിംഗ് സൗകര്യം കുറയുകയും കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാരുടെയൊക്കെ സുരക്ഷിതത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് വാഹനങ്ങളുടെ എണ്ണം കൂടിയാലുള്ള പ്രശ്നം. അടുത്തായിട്ടൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. Organize a discussion in the class and prepare notes on the need to use public transport system. അതായത് ഈ പൊതുഗതാഗത മാർഗങ്ങൾ, അതായത് നമ്മുടെ ബസ്, ട്രെയിൻ അങ്ങനെയൊക്കെയുള്ളതിനാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതിനാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗതാഗത മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ക്ലാസ്സിൽ ഒരു ഡിസ്കഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.